വിശദമായ വാർത്തകളിലേക്ക് തന്നെ പോകാം. കെ ഉമേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ഉമേഷിലേക്ക് പോകാം. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. ഉമേഷ്, ഞാൻ പറഞ്ഞു വെക്കുകയായിരുന്നു, 140 മണ്ഡലങ്ങളിലെ നവകേരള സദസ്സുകൾ പൂർത്തിയാക്കി, മണ്ഡല പര്യടനങ്ങൾ പൂർത്തിയാക്കി. എറണാകുളം ജില്ലയിൽ ഇന്നലെ അക്ഷരാർത്ഥത്തിൽ നവകേരള സദസ്സിന് സമാപനമായിരിക്കുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടായത്. കഴിഞ്ഞ ദിവസം പാലാരിവട്ടത്ത് പാതിരാ സമരം എന്ന പേരിൽ പല പേക്കൂത്തുകൾ തന്നെ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മുഖ്യമന്ത്രിക്കെതിരെ, നവകേരള സദസ്സിനെതിരെ വധഭീഷണി, അന്ത്യകൂദാശ നടത്തും, ഒടുക്കത്തെ യാത്രയായിരിക്കും എന്ന തരത്തിൽ വരെ DCC പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്ന രീതിയിലേക്ക് പ്രതിപക്ഷത്തിൻ്റെ പരസ്യമായ പ്രതിഷേധ പ്രകടനങ്ങൾ, അത് ജനങ്ങൾ പരിശോധിക്കേണ്ടതാണ്. കാരണം പ്രതിഷേധ പ്രകടനങ്ങളെല്ലാം ന്യായമാണ്, ആർക്കും പ്രതിഷേധിക്കാനും വിമർശിക്കാനും ഒക്കെ ഉള്ള അവകാശമുണ്ട്. പക്ഷെ അതിലൊരു മാന്യത ഏതു തരത്തിൽ സൂക്ഷിക്കണമെന്ന് എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. അത്തരത്തിൽ നിരവധി പ്രതിഷേധങ്ങൾക്കിടയിലാണ് ഈ നവകേരള സദസ്സ് മുന്നോട്ട് പോയതും ഇന്നലെ എറണാകുളം ജില്ലയിൽ സമാപനമായതും. എത്തരത്തിലായിരുന്നു എറണാകുളം ജില്ലയിലെ കഴിഞ്ഞ 2 ദിവസത്തെ നവകേരള സദസ്സ്? വിനിഷ, നവകേരള സദസ്സിന് യഥാർത്ഥത്തിൽ 2 സമാപനം ഉണ്ടായിരിക്കുന്നു എന്ന അപൂർവതയുണ്ട്. അത് ഇന്നലെ മുഖ്യമന്ത്രിയും അക്കാര്യം പ്രസംഗമധ്യേ പരാമർശിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ നവകേരള സദസ്സ് നവംബർ 18-ന് ആരംഭിച്ച് ഡിസംബർ 23-ന് ഔദ്യോഗിക സമാപനമായതാണ്. പക്ഷേ നമുക്കറിയാം, ഇതിനിടയിലാണ് CPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രൻ്റെ നിര്യാണം സംഭവിച്ചത്. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായാണ് ഡിസംബർ 9-ന് നടക്കേണ്ടിയിരുന്ന നവകേരള സദസ്സ് അത് മാറ്റിവെച്ചത്. അത് എറണാകുളം ജില്ലയിലെ 4 മണ്ഡലങ്ങളിൽ നടക്കേണ്ടിയിരുന്ന നവകേരള സദസ്സാണ് മാറ്റിവെച്ചത്. അത് പുതുവർഷ ആരംഭത്തിൽ ജനുവരി 1, 2 തീയതികളിൽ ആയാണ് നടത്തിയത്. ഈ 4 മണ്ഡലങ്ങളിലെ നവകേരള സദസ്സുകൾ 2 ദിവസങ്ങളിലായാണ് നടന്നത്. ജനുവരി 1, 2 തീയതികളിൽ ഉച്ചയ്ക്ക് ശേഷം ആണ് ഈ 4 മണ്ഡലങ്ങളിലെയും നവകേരള സദസ്സ് നടന്നത്. അതിനു മുൻപ് കണ്ട, അതായത് സംസ്ഥാനത്തെ മറ്റ് 136 മണ്ഡലങ്ങളിലും നവകേരള സദസ്സിന് എങ്ങനെയാണോ വൻ വരവേൽപ്പ് ലഭിച്ചത്, സമാനമായ രീതിയിൽ തന്നെയാണ് ഈ കഴിഞ്ഞ 4 മണ്ഡലങ്ങളിലും നവകേരള സദസ്സിന് സ്വീകരണം ലഭിച്ചത്. അത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ തന്നെ അത് ബോധ്യമാവും. എല്ലായിടത്തും വലിയ ജനക്കൂട്ടം, ജനസഞ്ചയം തന്നെയാണ് ഒത്തുകൂടിയത്. ഈ പുതുവർഷാരംഭത്തിൽ മാറ്റിവെച്ച നവകേരള സദസ്സിൻ്റെ പുനരാരംഭിച്ചത് പുതുവർഷ ദിനത്തിൽ ജനുവരി 1-ന് തൃക്കാക്കര മണ്ഡലത്തിൽ നിന്നായിരുന്നു. അത് നമുക്കറിയാം, പ്രതിപക്ഷ മണ്ഡലമാണ്, പ്രതിപക്ഷ MLAയുടെ മണ്ഡലമാണ്. MLA അവിടെ പങ്കെടുത്തിട്ടില്ല. UDFൻ്റെ തീരുമാനപ്രകാരം പ്രതിപക്ഷ MLAമാരും ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കാറില്ല. ഈ നവകേരള സദസ്സിനെ തള്ളിക്കളയണം എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവും UDF നേതൃത്വവുമൊക്കെ ആഹ്വാനം ചെയ്തിരുന്നത്. അതെല്ലാം പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള വലിയ വരവേൽപ്പാണ് ഈ 4 മണ്ഡലങ്ങളിലും, മറ്റ് മണ്ഡലങ്ങളിൽ ഉണ്ടായതുപോലെ തന്നെ ഈ 4 മണ്ഡലങ്ങളിലും നവകേരള സദസ്സിന് ലഭിച്ചത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൃക്കാക്കര മണ്ഡലത്തിലെ നവകേരള സദസ്സിന് വേദിയായത് കാക്കനാട് സിവിൽ സ്റ്റേഷൻ മൈതാനമാണ്. ഏതാണ്ട് 10,000 പേർക്കിരിക്കാവുന്ന വലിയ പന്തലാണ് അവിടെ ഒരുക്കിയത്. എല്ലായിടത്തും ആ നിലയിൽ തന്നെയാണ്. ആ 10,000 സീറ്റും നിറഞ്ഞു കവിഞ്ഞ് പുറത്തുമൊക്കെ ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്ന കാഴ്ച തൃക്കാക്കരയിൽ കാണാൻ കഴിഞ്ഞു. സമാനമായ രീതിയിൽ തന്നെ അന്ന് നവകേരള സദസ്സ് നടന്ന പിറവം മണ്ഡലത്തിലും വലിയ ജനക്കൂട്ടമാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്നലെ നവകേരള സദസ്സിൻ്റെ അവസാന 2 വേദികൾ, 139-ാമത്തെയും 140-ാമത്തെയും മണ്ഡലങ്ങൾ, ആ നിലയിൽ തൃപ്പൂണിത്തുറയിലും കുന്നത്തുനാടിലും വലിയ ജനക്കൂട്ടം തന്നെ നവകേരള സദസ്സിൽ പങ്കെടുക്കാനായി എത്തി എന്നുള്ളതാണ്. 140-ാമത്തെ മണ്ഡലത്തിൽ വേദിയായത്, നവകേരള സദസ്സിന് വേദിയായത് കുന്നത്തുനാട് മണ്ഡലമായിരുന്നു. ഇന്നലെ 5 മണിക്കാണ് അവിടെ നവകേരള സദസ്സ് നടന്നത്. മുഖ്യമന്ത്രി പരിപാടി തുടങ്ങി അധികം വൈകാതെ തന്നെ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും അവിടേക്കെത്തി. എത്തുന്നതിനിടയിലാണ് ഈ നവകേരള ബസ്സിന് നേരെ വീണ്ടും ആക്രമണമുണ്ടായത്. നമുക്കറിയാം, എറണാകുളത്താണ് നവകേരള ബസ്സിന് നേരെ, പെരുമ്പാവൂരിന് സമീപം ഓടക്കാലിയിൽ വെച്ചാണ് ഏതാനും യൂത്ത് കോൺഗ്രസ്സുകാർ ഷൂ എറിഞ്ഞ് അത്തരത്തിൽ ആക്രമണം നടത്തിയത്. സമാനമായ രീതിയിലുള്ളൊരു ആക്രമണം ഇന്നലെയും ഉണ്ടായി എന്നാണ് മുഖ്യമന്ത്രി തന്നെ ഇന്നലെ വേദിയിൽ പറഞ്ഞത്. അവിടേക്ക് വരുന്ന വഴി ഈ കരിങ്കൊടി പ്രതിഷേധം എന്ന പേരിലാണ് കുറച്ച് ചെറുപ്പക്കാർ വലിയ മുട്ടൻ വടിയുമായി, അങ്ങനെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, വലിയ പട്ടികയുമായി നവകേരള സദസ്സിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. ഇന്നലെ പ്രതിപക്ഷ നേതാവ് രാവിലെ വാർത്താ സമ്മേളനം നടത്തി
ഒരു വെല്ലുവിളി നടത്തിയിരുന്നു. ഇത്തരത്തിൽ നവകേരള സദസ്സിനെ ഇനി ചെറുപ്പക്കാരായിരിക്കില്ല, കുട്ടികളായിരിക്കില്ല, മുതിർന്നവർ തന്നെ അതിനെതിരെ രംഗത്തിറങ്ങും എന്നൊക്കെ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞു അതെല്ലാം കുറെ കണ്ടതാണ് എന്ന് മുഖ്യമന്ത്രി ഇന്നലെ പ്രസംഗമധ്യേ സൂചിപ്പിച്ചതാണ്. ഒപ്പം അദ്ദേഹം ഓർമ്മിപ്പിച്ചത് ഇത്തരത്തിൽ നവകേരള സദസ്സിനെ എകഴ്ത്തിക്കാട്ടാനുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ അതിമോഹമൊന്നും ഇവിടെ ചിലവാകില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കാരണം തങ്ങൾ ബഹുജനങ്ങളുടെ സംരക്ഷണയിലാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് വാക്കാൽ പറയുന്നത് മാത്രമല്ല, അത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ അത് ബോധ്യമാകും. എല്ലായിടത്തും വലിയ ജനക്കൂട്ടം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഈ പ്രതിപക്ഷ മണ്ഡലം, ഈ ഏറ്റവും ഒടുവിൽ നടന്ന എറണാകുളത്തെ 4 മണ്ഡലങ്ങളിൽ കുന്നത്തുനാട് ഒഴികെ മറ്റ് 3 മണ്ഡലങ്ങളും പ്രതിപക്ഷ MLA-മാർ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലങ്ങളായിരുന്നു. അവിടെയൊക്കെ ഇത്തരത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ നിരവധി പേരാണ് നവകേരള സദസ്സിൻ്റെ ഭാഗമാകാൻ എത്തിയത് എന്ന് തന്നെ പ്രതിപക്ഷ ആഹ്വാനം ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നതിൻ്റെ നേർ കാഴ്ചയായി നമുക്ക് തന്നെ ബോധ്യമായതാണ്. അതാണ് ജനം കണ്ടത് എന്ന് മുഖ്യമന്ത്രി ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി. ആ തരത്തിൽ വലിയ വിജയമായിരുന്നു നവകേരള സദസ്സ് എന്നുള്ളത് ഈ ഓരോ മണ്ഡലങ്ങളെടുത്ത് പരിശോധിച്ചാലും മനസ്സിലാകും. മറ്റ് മണ്ഡലങ്ങൾ കണ്ടതുപോലെ തന്നെ ഈ അവസാന വേദികളായ ഈ 4 മണ്ഡലങ്ങളിലും 140ാമത്തെ വേദിയായ കുന്നത്തുനാട് ഉൾപ്പെടെ വലിയ തരത്തിലാണ് ജനങ്ങൾ ഈ നവകേരള സദസ്സിനെ നെഞ്ചേറ്റിയത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഈ എറണാകുളം ജില്ലയിൽ മാത്രമായി ഇന്നലത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 52,000-ഓളം നിവേദനങ്ങൾ എറണാകുളം ജില്ലയിൽ ലഭിച്ചിട്ടുണ്ട്. ആ നിവേദനങ്ങളൊക്കെ, നേരത്തെ ലഭിച്ച നിവേദനങ്ങളൊക്കെ അതിവേഗം പരാതികൾ തീർപ്പ് കൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ വളരെ നേരത്തെ ആരംഭിച്ചതാണ്. അതാത് വകുപ്പുകളിലേക്ക് ഈ പരാതികൾ ഫോർവേഡ് ചെയ്യുകയും അതിൻ്റെ നിലവിലെ സ്ഥിതി വിവരം എന്താണ് എന്നുള്ളത് അതാത് വകുപ്പുകളുടെ വെബ് പോർട്ടലിൽ നിന്ന് ഈ പരാതിക്കാർക്ക് തന്നെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ആ നിലയിൽ തന്നെയാണ്. എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ച് ഈ തദ്ദേശ സ്വയംഭരണ റവന്യൂ വകുപ്പുകൾ അതുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുള്ളത്. അതെല്ലാം ഈ പരാതികൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ ആദ്യഘട്ടത്തിൽ നവകേരള സദസ്സ് നടന്ന ജില്ലകളിലെ പരാതികളൊക്കെ ഏതാണ്ട് തീർപ്പാക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 6 ലക്ഷത്തിലധികം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം അതിവേഗം തീർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പുരോഗമിക്കുന്നു. ഏതായാലും നവകേരള സദസ്സ് വലിയ വിജയമായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഈ ജനക്കൂട്ടം സാക്ഷ്യപ്പെടുത്തുന്നതും അതാണ്. മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായത്, 2 പുതിയ മന്ത്രിമാർ അവർ ചുമതലയേറ്റതിന് ശേഷം നടന്ന നവകേരള സദസ്സിന് വേദിയായത് എറണാകുളം ജില്ലയിലെ ഈ 4 മണ്ഡലങ്ങളാണ്. മന്ത്രി KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും നവകേരള സദസ്സിൻ്റെ ഭാഗമായത് ഈ കഴിഞ്ഞ 4 മണ്ഡലങ്ങളിലെ സ്വീകരണ പരിപാടികളിലായിരുന്നു. 2ഇടത്ത് ഈ മന്ത്രിമാർ സംസാരിക്കുകയും ചെയ്തു. തൃപ്പൂണിത്തുറയിൽ രാമേന്ദ്രൻ കടന്നപ്പള്ളിയും ഒപ്പം കുന്നത്നാട് മന്ത്രി KB ഗണേഷ് കുമാറും സംസാരിക്കുന്നുണ്ടായി. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ കഴിഞ്ഞ 4 മണ്ഡലങ്ങളിലെ നവകേരള സദസ്സിന് ഉണ്ടായി എന്നുള്ളതാണ്. ഏതായാലും വലിയ സ്വീകരണമാണ്, വലിയ വിജയമാണ് നവകേരള സദസ്സ്. ഇതിൻ്റെ ഇടയിലാണ് നേരത്തെ വിനീഷ സൂചിപ്പിച്ചതുപോലെ പാലാരിവട്ടത്ത് ഇത്തരത്തിൽ പ്രതിഷേധം എന്ന പേരിൽ വലിയ തരത്തിലുള്ള കലാപശ്രമത്തിന് കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചത് എന്നുള്ളതാണ്. അത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ തന്നെയാണ് അത്തരത്തിൽ അതിനുവേണ്ടി രംഗത്തിറങ്ങിയത് എന്നുള്ളതാണ്. കരിങ്കൊടി പ്രതിഷേധം എന്ന പേരിൽ അക്രമം നടത്തിയവരെ പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അവരെ വിട്ടയക്കണം, അവരെ ഉടൻ തന്നെ പുറത്തിറക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കോൺഗ്രസ് നേതൃത്വം സംഘടിച്ചത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ മാത്രമല്ല, ജില്ലയിൽ നിന്നുള്ള എറണാകുളം MP ഹൈബി ഈഡനും 3 MLA-മാരും ഒക്കെ ചേർന്നാണ് പാലാരിവട്ടം സ്റ്റേഷനിലേക്ക് തള്ളിക്കളയുകയും അവരുടെ ചുമതല തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായത് കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ആ സാഹചര്യത്തിലാണ് അവർക്കെതിരെ കലാപശ്രമത്തിന് പോലീസ് കേസെടുത്തിരിക്കുന്നത്. രാത്രി വൈകിയൊക്കെ പൊതുജനങ്ങളുടെ സഞ്ചാരം തടസ്സപ്പെടുത്തി റോഡ് ഉപരോധിക്കുന്ന സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായി. റോട്ടിൽ ടയറുകൾ കൂട്ടിയിട്ട് കത്തിക്കുകയും കടലാസൊക്കെ കത്തിച്ച് അത്തരത്തിലൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന സാഹചര്യം വരെയൊക്കെ പാലാരിവട്ടത്ത് കണ്ടു. ആ സാഹചര്യത്തിലാണ് അവർക്കെതിരെ പോലീസ് കേസെടുക്കുന്നതൊക്കെ ഉണ്ടായത്. ആ തരത്തിൽ പല രീതിയിൽ ഈ നവകേരള സദസ്സിനെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിലും അതെല്ലാം പൂർണ്ണമായും ജനം പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ് എല്ലായിടത്തും കണ്ടത്. ഏറ്റവും ഒടുവിൽ നടന്ന നവകേരള സദസ്സിൻ്റെ വേദിയിലും അതുതന്നെയാണ് കാണാൻ കഴിഞ്ഞത്. വിനീഷ. ശരി, ഉമേഷാണ് വിശദമായ ആ വിവരങ്ങൾ നൽകിയത്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസമായി നടന്ന നവകേരള സദസ്സിലെ മണ്ഡല പര്യടനം സംബന്ധിച്ച സമഗ്രമായ ആ റിപ്പോർട്ടാണ് ഉമേഷ് നൽകിയത്.